വീണ്ടും വരുമെന്ന് വാക്ക് പറഞ്ഞ യേശുവയുടെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഒന്നിച്ചു കൂടുവാനും പ്രാർത്ഥിപ്പാനും സ്വർഗം നമ്മുടെ ജീവിതത്തിൽ വലിയ സാകാശത്തെ ഓർത്തിയ കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്കെതിരെ ലേഖനം 2 കൊരിന്ത്യൻസ് 3:6 വാക്ക് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യൻസ് 3:6. കൊരിന്ത്യൻസ് 3:6 വാക്ക്. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാണ്. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രയും. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. നമ്മളായിരിക്കുന്ന പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാണ്. നമ്മൾ അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്താണ് ഈ പറയുന്ന വസ്തുത? അക്ഷരം കൊല്ലുന്നു. എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത്? ആത്മാവ് ജീവിപ്പിക്കുക. എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത്? പുറപ്പാട് പുസ്തകം 32:28 വാക്ക് കുഞ്ഞൊരു വാക്യമാണ്. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. ആ സാഹചര്യം നമുക്കറിയാം. മോശയുടെ വാക്ക് കേട്ട് അവിടെ ഇരുന്ന ലേവ്യന്മാർ, ലേവ്യ ഗോത്രത്തിലെ ചുണക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ധൂമവിഗ്രഹത്തിന് മുമ്പേ തുള്ളിച്ചാടാതെ മാറിയിരുന്ന ഒരു ഗണം, ഈ തുള്ളിച്ചാടിയവരെയെല്ലാം കൊന്നെടുക്കുവാൻ മോശ കൽപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്ക് കേട്ട് ലേവ്യന്മാർ ചാടി എഴുന്നേറ്റു. അന്ന് 3000-ഓളം പേർ ചെയ്തു വീഴ്ത്തപ്പെട്ടു. സ്തോത്രം. അപ്പം ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മോശ താഴേക്ക് വന്നത്? മോശ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും നിയമ പലകയുമായി താഴോട്ട് വരികയാണ്. ദൈവജനത്തിലെ വേണ്ടിയ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും എഴുതി തയ്യാറാക്കിയ കൽപ്പലകയുമായി താഴോട്ട് വരികയാണ്. ആർക്കു വേണ്ടിയിട്ടാണ് വന്നത്? ആ ജനം സർവശക്തനായ ദൈവത്തെ മറന്ന് വിഗ്രഹത്തിന്റെ മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടി ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. സംഹാര ശക്തി തൊടാതെ, ഹല്ലേലൂയ, കടിഞ്ഞൂലുകളെ മുഴുവൻ ഛേദിച്ചു കളയുമ്പോൾ സംഹാര ശക്തി തൊടാതെ, ഹല്ലേലൂയ, സംരക്ഷണം കിട്ടിയത് എന്തെന്ന് തിരിച്ചറിയാതെ, ഹല്ലേലൂയ, ദേശത്ത് മഹാവ്യാധികളും രോഗങ്ങളും പിടിപെട്ടപ്പോൾ, ഹല്ലേലൂയ, ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളുടെ മേൽ അത് അടിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നുള്ള മർമ്മം തിരിച്ചറിയാതെ ഒരു ജനം, ഹല്ലേലൂയ, ഒന്നിടങ്ങ് വിഗ്രഹത്തിന്റെ മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടിക്കുകയാണ്. ആ തുള്ളിച്ചാടുന്നവരുടെ ചാട്ടം കണ്ട് നിയന്ത്രണം വിട്ടുപോയി. മോശ എന്ത് പറഞ്ഞു? ഇവരെ തീർത്തേക്കാൻ പറഞ്ഞു. ലേവ്യന്മാർ എഴുന്നേറ്റ്, ലേവ്യന്മാർ പറയാൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടവർ എഴുന്നേറ്റ് വാളെടുത്ത്, ഹല്ലേലൂയ, നിഗ്രഹം നടത്തി. സ്തോത്രം. ഇതാണ് അക്ഷരത്തിന്റെ ശുശ്രൂഷ. നമുക്ക് തുടർന്ന് കാണാൻ കഴിയുന്നു. ഇവരെന്ത് ചെയ്തു? ഈ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് മുന്നോടിയെത്താൻ എന്ത് ചെയ്തു? തന്റെ കയ്യിലിരുന്ന നിയമപലക ആർക്കു വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്നു. ആ പലക എന്ത് ചെയ്തു? ടച്ചുകളാണ്. ഇതാണ് അക്ഷരത്തിന്റെ ശുശ്രൂഷ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ഈ ആത്മാവ് ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ഇവിടെ 3000-ഓളം പേർ വീഴ്ത്തപ്പെട്ടു. ഈ 3000 എന്ന കണക്ക് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2:41. യേശുവേ ആരാധന. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-ാം വാക്യം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അല്ലെങ്കിൽ നമുക്ക് ആ വചന ഭാഗം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായി നിറയപ്പെട്ടവർ അവരുടെ ആരാധനയുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ ആരാധനയുടെ ബലം കണ്ട് അവിടെ കൂടിയിരുന്നവർ അതിനെ ചെയ്തു? വിമർശിച്ചു. ഹല്ലേലൂയ. ആരാധിച്ച അവിടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് പത്രോസ് ദൈവവചനത്തെ ആധികാരികമായി സംസാരിപ്പാൻ എഴുന്നേറ്റു. അവന്റെ വചനം കേട്ട് അവിടെ കൂടിയിരുന്ന എന്തൊരു പുരുഷാരമായിരുന്നു.
അപ്പൊ അവിടെ കൂടിയിരുന്നവരിൽ അവിടെ അത് വചനം കേട്ട് അന്ന് 3000-ഓളം പേര് എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. ഇതാണ് ആത്മാവിന്റെ ശുശ്രൂഷ. പഴയ നിയമത്തിലെ ശുശ്രൂഷ കൊല്ലുന്നതാണ് എങ്കിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ജീവൻ നൽകുന്നതാണ്. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സ്നാനം എന്ന ശുശ്രൂഷ എന്താണ്? മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തി ധരിക്കുന്നതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, ജീവന്റെ ശുശ്രൂഷ, ഉണർവിന്റെ ശുശ്രൂഷ. അപ്പം അക്ഷരത്തിന്റെ ശുശ്രൂഷ അതിന്റെ റിസൾട്ട് മരണമാണ് എങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷയുടെ റിസൾട്ട് എന്തായിരിക്കും? ജീവനായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് മറ്റൊരു വചനവാക്യം എടുക്കാം. 2 കൊരിന്ത്യൻസ് 3-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യൻസ് 3-ന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം. ഹല്ലേലൂയ, യേശുവേ ആരാധന. 2 കൊരിന്ത്യൻസ് 3-ന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ കേട്ടോ, ഈ കല്ലിൽ എഴുതപ്പെട്ട മരണത്തിന്റെ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? മരണം. ആ മരണത്തിന്റെ ശുശ്രൂഷ അത് വഹിച്ചുകൊണ്ട് വരുന്നവന്റെ മുഖത്ത് എന്തോ വെളിപ്പെടുകയാണ്? ദൈവത്തിന്റെ തേജസ്. ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതാണ് എങ്കിൽ, അവനെ കണ്ടിട്ട് അവന്റെ മുഖത്തോട്ട് നോക്കാൻ പറ്റാത്ത രീതിയിൽ തേജസ് കൊണ്ട് നിറഞ്ഞുവെങ്കിൽ എന്താണ് കൊണ്ടുവന്ന് കയ്യിലിരിക്കുന്നത്? എന്താണ്? മരണത്തിന്റെ ശുശ്രൂഷ, അക്ഷരത്തിന്റെ ശുശ്രൂഷ. അപ്പൊ അക്ഷരത്തിന്റെ ശുശ്രൂഷ വഹിക്കുന്നതിന്റെ മേൽ തേജസ് ഉണ്ടെങ്കിൽ 8-ാം വാക്യം ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് കിട്ടിയ ശുശ്രൂഷ, മോശയ്ക്ക് ലഭിച്ച തേജസ്സിനേക്കാളിലും അധികം തേജസ് എവിടെ വെളിപ്പെടും? ജീവന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടും. ഈ കൊല്ലുന്ന പഴയ നിയമത്തിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഇത്രയും തേജസ് ഉണ്ടെങ്കിൽ പുതിയ മധ്യസ്ഥ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ എത്രയധികം ഈ തേജസ്സിന്റെ ശുശ്രൂഷ വെളിപ്പെടും. കാരണം ഈ ശുശ്രൂഷ എന്താണ്? ജീവന്റെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അതിന്റെ 9-ാം വാക്യങ്ങൾ നോക്കാം. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? അബണ്ടന്റ് ഗ്രേസ്. ഹല്ലേലൂയ. അബണ്ടന്റ് ഗ്ലോറി. ഹല്ലേലൂയ. എന്താ എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്ത, മെഷർ ചെയ്യാൻ പറ്റാത്ത ലെവലിലുള്ള ഒരളവിലേക്ക് ആ തേജസ് വെളിപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ജീവന്റെ ശുശ്രൂഷയ്ക്കകത്ത് മുമ്പ് എന്താണ് കണ്ട? പഴയ നിയമത്തിൽ കാണുന്ന ശുശ്രൂഷ എന്താണ്? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. 2 വാക്കുകൾ വിളിച്ചു. മരണത്തിന്റെ ശുശ്രൂഷ, 2 ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. ഈ ശുശ്രൂഷയ്ക്കകത്ത് ഇത്രയും തേജസ് ഉണ്ടെങ്കിൽ നമ്മളായിരിക്കുന്നത് ജീവന്റെ ശുശ്രൂഷയ്ക്കകത്താണ് എങ്കിൽ നമ്മുടെ മേൽ എത്രയധികം തേജസ് വെളിപ്പെടും. ഓക്കെ, അതിന്റെ 15-ാം വാക്യം. 15 അധ്യായത്തിന്റെ 15. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കേട്ടോ, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഇന്നയോളം എന്തിരിക്കുകയാണ്? മൂടുപടം ഇരിക്കുകയാണ്. എവിടെ? അവരുടെ ഹൃദയത്തിന്റെ മേൽ എന്ന് പറഞ്ഞാൽ അടഞ്ഞിരിക്കുന്ന ഹൃദയം, തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നും മറച്ചു വെച്ചിരിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഓൺലൈൻ മെസ്സേജുകളിനകത്ത് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിനകത്ത് മറ നീക്കി പുറത്തു വരിക എന്ന് ഉള്ള പദം, ആ പദവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠനങ്ങൾ നടത്തിയായിരുന്നു. ഹല്ലേലൂയ. റെവലേഷൻ എന്ന പദത്തിന്റെ യഥാർത്ഥ അതിന്റെ റൂട്ട് എവിടെയാണ്? അതിന്റെ അർത്ഥം എന്താണ്? മറ നീക്കി, to reveal. ഹല്ലേലൂയ. അപ്പം ഇത് മറ നീക്കാതെ, ചിലത് വെളിപ്പെടുത്താതെ ഒതുക്കി വെക്കുന്ന ശുശ്രൂഷയാണ് എങ്കിൽ പുതിയ ശുശ്രൂഷ എന്താണ്? എന്തുണ്ടാകും? അവിടെ കർത്താവിലേക്ക് എത്തിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ സകല മറകളും മാറിപ്പോകും. റിവീൽ ദ ട്രൂത്ത്, റിവീൽ ദ പ്രോമിസസ്. പ്രോമിസസ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തങ്ങൾ. പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ശരിയാവണം അനുഭവിക്കാൻ ആ ജനത്തിന് കഴിഞ്ഞില്ല.
കാരണം എന്തുണ്ടായിരുന്നു? ഒരു മറയുടെ ശുശ്രൂഷ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടുന്ന എന്താണ്? ഈ മറ നീക്കിയതാണ്. ഹല്ലേലൂയ. മൂടുപടം നീക്കപ്പെടുന്നിടത്ത് ഹല്ലേലൂയ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ ആ അധ്യായത്തിന്റെ എത്ര വാക്യം നമ്മളിപ്പോ വായിച്ചേ? ഏത് ഭാഗം വായിച്ചു? 2 കൊരിന്ത്യർ 3:15-16 വായിച്ചു. 17-ാമത്തെ വാക്കൂടെ ഒന്ന് വായിക്കാം. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ അത് 16-ാം വാക്യമാണ്. മൂടുപടം നീങ്ങിപ്പോകും, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? എന്നും അലമ്പും ബഹളും ആലപ്രത്തനങ്ങളുമായിട്ടൊക്കെ ജീവിക്കാനാണോ? ഇല്ല. അവിടെ ഒരു സന്തോഷമുണ്ട്, റിജോയ്സ് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. ഹല്ലേലൂയ. പറഞ്ഞില്ലേ, നമ്മുടെ മുഖത്ത് നോക്കും പറയാം ദൈവപ്രസാദം. കെട്ടപ്പെട്ട അവസ്ഥ മാറും. കെട്ടപ്പെട്ട അവസ്ഥ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എന്നും രോഗം, ദുഃഖം, ദാരിദ്ര്യം, സാമ്പത്തികമായ വിഷയങ്ങള്, അസമാധാനത്തിന്റെ അസ്വസ്ഥത, ചിലർക്കെല്ലാം ഉണ്ട്. പക്ഷെ ഒരു തരത്തിലും എന്ത് ചെയ്യില്ല, സമാധാനമില്ല. തൊട്ടാ കുറ്റം, തിരിഞ്ഞാ കുറ്റം, മറിഞ്ഞ വിഷയം, എണ്ണിച്ചു നിന്ന പ്രശ്നം, അപ്പടി പ്രശ്നമാണ്. പ്രശ്നങ്ങളുടെ റൂട്ട് എപ്പോഴും നമ്മൾ എല്ലാവരിലും ആരോപിക്കും. പക്ഷെ കർത്താവ് പറയാം, നീ നിന്നിലോട്ട് ചൂണ്ട, നീ എന്താകണം? ആത്മശക്തിയിൽ നിറയുമ്പോൾ നിനക്ക് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകും. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവിൽ നിറയുമ്പോൾ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്ന ഈ പറഞ്ഞു വന്നതിന്റെ വസ്തുത. ഈ ആത്മശക്തിയെ മറച്ചു വെച്ചൊരു ശുശ്രൂഷ മുൻപുണ്ടായിരുന്നു. എന്താണത്? മരണത്തിന്റെ ശുശ്രൂഷ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. നമ്മൾ ഇന്നായിരിക്കുന്ന ജീവന്റെ ശുശ്രൂഷയ്ക്കകത്താണ്, മൂടുപടമില്ലാത്ത ശുശ്രൂഷയ്ക്കകത്താണ്. ഇവിടെ ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുക തന്നെ ചെയ്യും. അവിടെ എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ ശുശ്രൂഷ എങ്ങനെയുള്ളതാണ്? സ്വാതന്ത്ര്യത്തിന്റെ ശുശ്രൂഷയാണ്. അതിൽ ഗലാത്യൻസ് 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ഗലാത്യൻസ് 3:5. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്കിടുന്ന ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. യേശുവേ ആരാധന. ഗലാത്യൻസ് 3-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നു. കേട്ടോ? അപ്പൊ നിങ്ങളുടെ വീര്യപ്രവർത്തി നടക്കുന്നതിന് പിന്നെ പ്രവർത്തിക്കുന്നത് ഈ ന്യായപ്രമാണത്തിന്റെ പ്രസംഗമാണോ, അതോ പ്രവൃത്തിയാണോ, അതോ വിശ്വാസത്തിന്റെ പ്രസംഗമാണോ? ഗലാത്യ സഭയോട് ചോദിക്കാം പൗലോസ്. അതിന്റെ 3-ാം അധ്യായം 1-ാം വാക്യമുണ്ട്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങൾ ശുഭ്രം ചെയ്ത് മൈക്യമാരും ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ആ രക്ത ഉടമ്പടിക്കകത്ത് നിൽക്കേണ്ടതിന് പകരം ഹല്ലേലൂയ പിന്നെയും ആവശ്യമില്ലാത്ത പ്രമാണങ്ങളിലും ചട്ടങ്ങളിലും കൽപ്പനകളെയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ സ്തോത്രം. അങ്ങനെയുള്ളവരെ പൗലോസ് വിളിക്കുകയാണ് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. എന്നിട്ട് ആ അധ്യായത്തിൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ കൃപ ലഭിച്ചത് ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ, അതോ വിശ്വാസത്തിന്റെ പ്രസംഗ മുഖാന്തരമാണോ? നിങ്ങളുടെ തന്നെ ഉത്തരം പറ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ കൃപയ്ക്ക് ആധാരം? ഹല്ലേലൂയ. ഗലാത്യ സഭയോട് ചോദിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് എന്തുണ്ടായിട്ടില്ല? ശുദ്ധീകരണം സംഭവിച്ചിട്ടില്ല. എന്നേക്കുമായി യേശുവിന്റെ രക്തം മുഖാന്തരമുള്ള ശുദ്ധീകരണത്തിന്റെ അകത്തേക്ക്, അല്ലെങ്കിൽ ശുദ്ധീകരണ നിയമത്തിലേക്ക് ഞാൻ കടന്നു എന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്തില്ലായിരുന്നു. നിങ്ങൾ എവിടെയാണ്? യു ആർ അണ്ടർ ദ യോക്ക് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. നിങ്ങൾ പഴയ നിയമത്തിന്റെ മുഖത്തിന്റെ കീഴിലാണ്. നീ എവിടെ ആയിരിക്കേണ്ടത്? ജീവന്റെ പുതിയ നിയമത്തിന്റെ അകത്താണ് ആയിരിക്കേണ്ടത്. പുതിയ മധ്യസ്ഥനായ യേശുവിന്റെ അകത്തായിരിക്കും നീ ആയിരിക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കെ, ഒരു അധ്യായം കൂടെ നമുക്കൊന്ന് എടുക്കാം. ഗലാത്യൻസ് 12-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ. എബ്രായർ 12-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ. എബ്രായർ 12, 17-18 വാക്യങ്ങൾ വായിച്ചാണ്. യേശുവേ ആരാധന.
എബ്രായർ 12:17-18 വാക്യം. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടു, തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇടം കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്വന്തം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു? കണ്ണുനീരോട് അപേക്ഷിച്ചു. എന്നിട്ട് എന്തുണ്ടായി? തള്ളപ്പെട്ടു. കാരണം എവിടെ ആയിരിക്കുന്നത്? ഏത് ശുശ്രൂഷയ്ക്ക് അധീനതയില്ല? ന്യായപ്രമാണത്തിന്റെയും മരണത്തിന്റെയും അക്ഷരത്തിന്റെയും ശുശ്രൂഷയിലായിരിക്കുന്നത്. കരച്ചിലൊന്നും അവിടെ അതുകൊണ്ട് ചില പറയുന്നത്, എത്ര നീ കരഞ്ഞാലും നീ ഏതെങ്കിലും നിനക്ക് പണി കിട്ടുമണി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? ഈ അക്ഷരത്തിന്റെ ശുശ്രൂഷയാ പറയുന്നത്. സ്തോത്രം. അതിന്റെ 18-ാം വാക്യം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ്, ഊരിട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്ക് അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ സംഭവമൊക്കെ എവിടെ ഉണ്ട്? കൊല്ലുന്ന അക്ഷരത്തിന്റെ, ശാപത്തിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട്. സ്ഥൂലമായതും തീ കത്തുന്നതും പർവ്വതത്തിന് മേഘതമസ്, ഊരിട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയൊക്കെ അവിടെ ഉണ്ട്. അതിന്റെ അടുത്തല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. മകനെ, മകളെ, എന്റെ അടുത്തേക്ക് വരുമെന്ന് ഇമ്പസ്വരത്തിന്റെ അടുത്ത് നിങ്ങൾ ആയിരിക്കുന്നത്. 24-ാം വാക്യം, 24 അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണമേ. 24-ാം വാക്യം. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. എവിടെ? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിന്റെ രക്തം. അതിന്റെ അടുത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നിയമം, ഒരു ഉടമ്പടിക്ക് അതോട് നിങ്ങൾ കടക്കുകയാണ്. ഈ ഉടമ്പടി നിങ്ങളെ ജീവിപ്പിക്കും. സ്തോത്രം. ലോകത്തെമ്പാടും എന്തൊക്കെ ശക്തികൾ ആഞ്ഞടിച്ചാലും ഈ ഉടമ്പടിയിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവന്റെ ജീവിതത്തിൽ, ഈ ഉടമ്പടിയിൽ കടന്നവന്റെ ജീവിതത്തിൽ ഒരനർത്ഥവും സംഭവിക്കത്തില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ആരിതിനെ വിശ്വസിക്കുന്നു, ആരിതിനെ ഏറ്റെടുക്കുന്നു, അവരുടെ ജീവിതത്തിൽ ശക്തമായ നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നാളിതുവരെ യേശുവിനെ തന്റെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, യേശുവെ അരുമനാഥ എന്റെ ജീവിതത്തിലോട്ടൊന്ന് വരണമേ എന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് വിളിച്ചു പറഞ്ഞാൽ അവന് ഇറങ്ങി വരിക തന്നെ ചെയ്യും. കാരണം അവൻ ജീവന്റെ ശുശ്രൂഷ നൽകുന്നവനാണ്. സ്വതന്ത്രം. അപ്പൊ നിങ്ങളായിരിക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥ യേശുവിന് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുത്തത്രേ വന്നിരിക്കുന്നത്. സ്വതന്ത്രം. ഇത് വിശദീകരണത്തിലേക്ക് കടക്കുന്ന 28-ാം വാക്യം, 28-29 വായിച്ചു ആകയാൽ നിങ്ങൾ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് ഇന്ന് കേറി നാളെ ഇളകി പുരണ്ടുപിടച്ച് താഴെ വീടുന്ന രാജ്യമല്ല ഇത് ഇളകാത്ത രാജ്യമാണ്. ഞാൻ ചവിട്ടി നിൽക്കുന്നത് ഇളകാത്ത രാജ്യത്തിലാണ്. സ്വതന്ത്രം. ഞാൻ എവിടെ ആയിരിക്കുന്നത്? ഇളകാത്ത രാജ്യത്തിലാണ്. ഞാൻ എവിടെ ആയിരിക്കുന്നുള്ള ബോധ്യം അകത്തുണ്ടാകണം. ഈ ബോധ്യമാണ് എന്റെ മുന്നോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ. ആകെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് എങ്ങനെ ഉണ്ടായിരിക്കണം? എന്റെ അപ്പാ, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ലേ. കൃപയാൽ ഈ രാജ്യത്ത് കടന്നു. കൃപയാൽ ഈ രാജ്യത്ത് കടന്നു. ചവറും ചെയ്തും പ്രവർത്തിച്ചും പറഞ്ഞും ജീവിച്ച എനിക്ക് ഈ രാജ്യത്ത് കടക്കാൻ നീ അനുമതി നൽകിയല്ലോ അപ്പാ. കൃപയാൽ. നന്ദിയുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ഈ എടുത്തെടുത്ത് ഞാൻ കൃപ പറഞ്ഞെന്നറിയാമോ? ഞാൻ നേടിയതും ഞാൻ പിടിച്ചതും ഞാൻ പ്രാപിച്ചതും എന്നൊക്കെയുള്ള ഒരു ഭാവങ്ങൾ അകത്ത് നിന്ന് സകലരെ മാറാൻ വേണ്ടിയാ പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ നീ പ്രമാണത്തിന്റെ കീഴിൽ ആണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ ജീവന്റെ ശുശ്രൂഷയ്ക്കകത്തല്ല. ഹല്ലേലൂയ. ജീവന്റെ ശുശ്രൂഷയ്ക്കകത്താണെങ്കിൽ പറയും, ഞാൻ നേടിയതല്ലപ്പാ, എല്ലാം എന്റെ അപ്പൻ തന്നതാ. ഞാൻ നിന്നതല്ലപ്പാ, എന്നെ കർത്താവ് നിർത്തിയതാണ്. വായിച്ചാട്ടെ. നന്ദിയുള്ളവരായി ദൈവത്തിന്റെ പ്രസാദം പെരുമാറുക. ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകം എന്താ? നമ്മുടെ ദൈവം ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് നേരെ എങ്ങോട്ട് പോകും?
ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ളൂ. ഞാൻ അവസാനം കൊണ്ടുവന്നിട്ട് ഈ പോയിന്റില്ല. ചില ഈ പോയിന്റ് ആദ്യം എടുത്ത് പ്രസംഗിക്കും. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഈ ഭാഗം എടുത്തിട്ട് എങ്ങോട്ട് പോകുന്നറിയാവോ? പഴയ നിയമത്തിൽ വിളിച്ച് വേർതിരിച്ച് ഇറങ്ങി വരാൻ എല്ലാരും അങ്ങ് എത്തിയിട്ടില്ല. സ്വതന്ത്രം. എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്ത് പറയും? പൗലോസ് പറഞ്ഞ ഭാഗം പറയും, പച്ച മരത്തിനോട് ഇങ്ങനെ ചെയ്തുവെങ്കിൽ ഉണക്ക മരത്തോടെ എത്രയധികം ചെയ്യും. അപ്പൊ പിന്നെ ഒന്നും കേൾക്കാൻ തോന്നത്തില്ലയോ? അപ്പൊ ഞാൻ പോക്കാം. സ്തോത്രം. പൗലോസ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നൊക്കെയുള്ള ഭാവം ഇന്നും മുറങ്ങുറന്ന് പഠിക്കണം. ചുമ്മാ ജനത്തെ പേടിപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാ, അത് വസ്തുതയാ. പക്ഷെ അവന്റെ രാജ്യത്തുള്ളവരെ ദഹിപ്പിക്കുമെന്നല്ല. അവൻ വിളിച്ച് വേർതിരിച്ചവരെ ദഹിപ്പിച്ചു കളയുമെന്നല്ല. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവൻ അത്രേ അവന്റെ രാജ്യത്തുള്ളവൻ. ആരാണ് അവന്റെ രാജ്യത്തുള്ളവൻ? എന്നെ വിളിച്ചത് കർത്താവാണ്. ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണ്. എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല. പരിശുദ്ധാത്മാവിനെ നയിക്കുന്നു. ഞാനല്ല എന്റെ മുന്നോട്ടുള്ള ചലനത്തെ നിയന്ത്രിക്കുന്നത്. എന്നെ നിയന്ത്രിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ആർക്ക് പറയാൻ കഴിയുന്നു? അവൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസ്ഥാനിൽ താണിരിക്കും. അങ്ങനെയുള്ളവർ അത്രേ ദൈവരാജ്യത്തിനകത്തുള്ളവർ. അവരുടെ മേൽ ഒരു ബാധയും അടിക്കത്തില്ല. അപ്പുറം ഇപ്പുറം എന്തൊക്കെ സംഭവിച്ചാലും ഹല്ലേലൂയ, മരണകരമായ ശക്തികൾ ഹല്ലേലൂയ ശക്തിയോടെ എഴുന്നേറ്റ് വന്നാലും അങ്ങനെയുള്ള ജീവിതത്തിൽ ഒരു ബാധയും അടിക്കത്തില്ലെന്ന് അപ്പയുടെ നാമത്തിൽ ശക്തമായി പ്രഖ്യാപിക്കുകയാണ്. അതേറ്റെടുക്കുന്ന ജീവിതത്തിൽ അപ്രകാരം തന്നെ സംഭവിക്കും. നിന്റെ തലമുറയെ ചൊല്ലി നീ ഭാരപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. ചില രോഗങ്ങളെ ചൊല്ലി നീ ഭാരപ്പെടുന്നുണ്ടോ? ചില വിഷയങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്നുണ്ടോ? നിന്റെ വിഷയങ്ങളെ കേട്ട് അഴിപ്പാൻ കഴിവുള്ളവൻ യേശുവത്രേ. അവൻ കരം നീട്ടിയാൽ അവ അഴിയപ്പെടും. അവന്റെ രക്തം ശക്തിയുള്ളതത്രേ. അവന്റെ രക്തത്തിന് മുമ്പാകെ ഒരു ദുരാത്മാവിനും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അവന്റെ രക്തത്തിന് മുമ്പാകെ ഒരു രോഗത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അവന്റെ രക്തത്തിന് മുമ്പാകെ സാമ്പത്തികമായ ഒരു വിഷയങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. യേശു മുഖാന്തരമുള്ള വിടുതൽ ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശു അപ്പാ, അരിമനാഥ കർത്താവേ, അങ്ങ് ചെയ്യുന്ന വലിയ വീര്യപ്രവർത്തികൾക്ക് മുമ്പിൽ ആര് തലവണക്കുന്നു? അതിനെ ആര് സ്വീകരിപ്പാൻ? എന്റെ കർത്താവ് എന്റെയും ജീവിതത്തിൽ ഒന്ന് വരണമേ. നീ എന്നെ ഒന്ന് തുടരണേപ്പ. നാളിതുവരെയുള്ള എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ ഞാൻ ഏറ്റുപറയാം. എന്നെ ഒന്ന് തുടരണം. ഈ രാജ്യത്തിൽ എന്നെ ഒന്ന് പ്രസ്ഥാനപ്പെടുത്തണമേ. നന്ദിയുള്ളവനായി അങ്ങനെ രാജ്യത്തിനകത്ത് എന്റെ ജീവിതം മുന്നോട്ട് ചുവടുവെക്കുവാൻ എന്നെ അങ്ങ് പ്രാപ്തമാക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നെ നിയന്ത്രിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം എന്റെ മേൽ ഇറങ്ങണമേ. ആ പുണ്യാഹ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ അപ്പ. അങ്ങനെ ആരും പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരുടെ മേൽ ഇന്ന് ശക്തമായ ദൈവ സാന്നിധ്യം ആഞ്ഞടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കിടപ്പ് രോഗികൾ തങ്ങളുടെ കിടക്ക വിട്ട് ചാടി എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബന്ധനങ്ങൾ അഴിക്കുന്ന പകൽക്കാലം, കെട്ടുകൾ അടിക്കുന്ന പകൽക്കാലം എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കുവാൻ മുഖാന്തരമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥന കടകൃപയോർത്ത് സ്തോത്രം. യേശു തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.